അയാളോട് ജയിച്ചു പോയതിനു ശേഷം ഇന്നേ വരെ ഈ മണ്ഡലത്തിലോ ഈ പ്രദേശത്തോ ഞങ്ങളുടെ ശാന്തി വിളയായിരുന്നാലും ശരി, നേമത്തായിരുന്നാലും ഈ മണ്ഡലത്തിലെ ഒരു ഭാഗത്തും അദ്ദേഹം വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം ആദ്യം ജയിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വപൗരനാണെന്നൊക്കെ പറഞ്ഞ് ജയിച്ചു വന്നത്. അയാൾ പറഞ്ഞ് ഇംഗ്ലീഷ് പറയാൻ പാർലമെന്റ് എനിക്കേ കഴിയുള്ളൂ. ഇപ്പം അതിനേക്കാളും ഗംഭീരനായ വിശ്വപൗരനും എല്ലാം മുഴുവൻ ആൾക്കാരും പ്രതീക്ഷിക്കുന്ന ആള്, വിദ്യാസമ്പന്നനും എല്ലാം കൊണ്ടും കഴിവുള്ള ആളായിട്ടുള്ള രാജീവ് ജയിക്കുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ പറയും. വീണ്ടും ഒരു ഇലക്ഷൻ വന്നിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം തിരുവനന്തപുരം മണ്ഡലം. ഒരു കാര്യം, 15 വർഷമായി ശശി തരൂരാണ് ഇവിടെ മത്സരിച്ച് MP ആയിട്ടുള്ളത്. വീണ്ടും ശശി തരൂർ മത്സരിക്കുന്നുണ്ട്. തോന്നുന്നുണ്ടോ ഇനി ശശി തരൂരിന് ഒരു അവസരം കൂടി കിട്ടുമെന്ന്? ശശി തരൂരിന് യാതൊരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഇവിടെ കടൽക്ഷോഭവും മറ്റ് പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ശശി തരൂർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് കല്യാണത്തിനോ മരണത്തിനോ സാധാരണക്കാരുടെ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും ശശി തരൂരിൻ്റെ ഭാഗം ഇവിടെ ഉണ്ടായിട്ടില്ല. അയാളോട് ജയിച്ചു പോയതിനു ശേഷം ഇന്നേ വരെ ഈ മണ്ഡലത്തിലോ ഈ പ്രദേശത്തോ ഞങ്ങളുടെ ശാന്തി വിളയായിരുന്നാലും ശരി, നേമത്തായിരുന്നാലും ഈ മണ്ഡലത്തിലെ ഒരു ഭാഗത്തും അദ്ദേഹം വന്നിട്ടില്ല. ഓക്കി ദുരന്തം ഉണ്ടായ സമയത്ത് പോലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല, ഒന്നിലും പങ്കെടുത്തില്ല. അദ്ദേഹത്തിനെ ജയിച്ചു പോയാൽ പിന്നെ കാണുന്നതിന് അടുത്ത ഇലക്ഷൻ മാത്രം കാണുന്നത്. അങ്ങനെ കഴിഞ്ഞ 15 വർഷം ഉണ്ടായിട്ട് ഈ നിയമ മണ്ഡലത്തിൽ ഒരു വികസനം കൊണ്ടുവന്നായി പറയാനോ ചെയ്യാനോ ഒരു ചൂണ്ടിക്കാണിക്കാൻ ഒരു കാര്യവുമില്ല. ആകെ ഉള്ളത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ആവാലവൃത്ത ജനങ്ങളും മുഴുവൻ പേരും പറയുന്നത് 15 വർഷം ഇവിടെ ഇരുന്ന MP-ക്ക് എന്തെങ്കിലും വികസനം കൊണ്ടുവന്നു എന്ന് പറയുവാൻ അവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഒരു വികസനം കൊണ്ടുവരാത്ത ആൾ എങ്ങനെയാണ് 15 വർഷം ജയിച്ച് വീണ്ടും MP ആവുന്നത്? അത് ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും എന്ന് തോന്നൽ വരുമ്പോഴും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ ഒരു മതധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് കുമ്മനം മാറാട് സംഭവമൊക്കെ ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് കുമ്മനമാണെന്ന് പറഞ്ഞു വരുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കരസ്ഥമാക്കിയാണ് അദ്ദേഹം ജയിച്ചു പോയത്. എല്ലാ പ്രാവശ്യവും അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമെന്നത് പ്രതീക്ഷിക്കേണ്ട. അവർ ഒരു പ്രവർത്തനവുമില്ലാതെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മാത്രം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ച് ഇവിടുത്തെ ആപാലവൃത്തം വോട്ടർമാർ ചിന്തിക്കുന്നത് അബദ്ധം പറ്റിപ്പോയതാണ്. കാര്യം ന്യൂനപക്ഷം ഭൂരിപക്ഷമൊന്നുമില്ല, അവർക്കെല്ലാം ആവശ്യമുള്ളത് വികസനമാണ്. നിയമമണ്ഡലത്തിൻ്റെ തിരുവനന്തപുരം പാർലമെൻറ്റിൻ്റെ വികസനമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിന് പറ്റിയ ആൾ ഇപ്പം നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയാണ്. അദ്ദേഹം കേന്ദ്ര മന്ത്രിയായിരുന്നതാണ്. അത് മാത്രം ഉദാഹരണം പൊഴിയൂർ, ആൾക്കാർ പറയുന്ന പൊഴിയൂർ അദ്ദേഹം പോയ സമയത്ത് എനിക്ക് വ്യക്തത അറിയില്ല. പൊഴിയൂർ അവിടുത്തെ ജനങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം അതിന് വേണ്ട കാർബർ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ദ്രുതഗതിയിൽ തന്നെ നടപടി സ്വീകരിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട നേട്ടമായി കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ദൃഷ്ടിയിലും പിന്നെ അദ്ദേഹം ആദ്യം ജയിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വിശ്വപൗരനാണെന്നൊക്കെ പറഞ്ഞ് ജയിച്ചു വന്നത്. അയാൾ പറഞ്ഞ് ഇംഗ്ലീഷ് പറയാൻ പാർലമെന്റ് എനിക്കേ കഴിയുള്ളൂ. ഇപ്പം അതിനേക്കാളും ഗംഭീരനായ വിശ്വപൗരനും എല്ലാം മുഴുവൻ ആൾക്കാരും പ്രതീക്ഷിക്കുന്ന ആള്, വിദ്യാസമ്പന്നനും എല്ലാം കൊണ്ടും കഴിവുള്ള ആളായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ മുഴുവൻ ആപാലവൃത്ത ജനങ്ങൾ ഇപ്രാവശ്യം രാജീവ് ചന്ദ്ര ജയിക്കുന്നത് എല്ലാവരും പ്രതീക്ഷയോടെ പറയുന്ന ഒറ്റ വാക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ്.